വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിലോട്ട് മാധവൻ തമ്പിയും മഹാദേവൻ തമ്പിയും ശങ്കരനൊക്കെ തിരിച്ചു വരികയാണ് എന്ന രീതിക്ക് ഇപ്പോൾ വീണ്ടും ഒരു അപ്ഡേറ്റും കൂടി ലഭിച്ചിരിക്കുകയാണ്. ഇത് ഉപ്പുമുളകും ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ അതിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ദിവസം, അതായത് കഴിഞ്ഞ ദിവസം ഉപ്പുമുളകും സുരേന്ദ്രൻ തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ ഉപ്പുമുളകും ഓഡിയൻസിനെയും ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പങ്കുവെച്ച ഒരു ചിത്രത്തിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഉപ്പുമുളകിൽ കുട്ടൻപിള്ളയും ശങ്കരണ്ണനും സുരേന്ദ്രനും പിന്നെ ഒരു 2 കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് വെച്ചാൽ രാംകുമാറും ഹൈമോദിയും, അതായത് സീസൺ 2 പ്രധാന കഥാപാത്രങ്ങളായ രാംകുമാറും ഹൈമോദി, രാജേഷ് അബ്ബാറും സജിത ബേട്ടിയും ആ ഒരു ഫോട്ടോയിലുണ്ടായിരുന്നു. അപ്പോൾ ടീ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ക്യാപ്ഷനുമായിട്ടായിരുന്നു സുരേന്ദ്രൻ ആ ഒരു ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു സമയത്താണ് അങ്ങനെ ഒരു പോസ്റ്റ് വന്നത്. ഒരുപാട് പേര് കൺഫ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അത് ഉപ്പുമുളകിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണോ? ഇപ്പോൾ കണ്ടപ്പോൾ ഉപ്പുമുളകിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടൊന്നും തോന്നിയില്ല. മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെ പരിപാടികളിൽ സുരേന്ദ്രൻ ചെയ്യുന്ന ഒരേ ഒരു പരിപാടി ഉപ്പുമുളക് മാത്രമാണ്, വേറൊരു പരിപാടിയിലും ഇല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരുപാട് കൺഫ്യൂസ് ആയിരുന്നു ഉപ്പുമുളക് ആരാധകർ. ഇനിയിപ്പോൾ വല്ല ഔട്ട്ഡോർ ഷൂട്ട് രാംകുമാർ ഹൈമോദിയും തിരിച്ചു വന്നോ എന്ന രീതിക്കൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റാണത്. രാംകുമാറും ഹൈമോദിയും ഒന്നും തിരിച്ചു വന്നിട്ടൊന്നുമില്ല. അത് അവരുടെ ഏതെങ്കിലും ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് എടുത്ത ഫോട്ടോസ് തന്നെയായിരിക്കും. നമുക്കറിയാം ഫ്ലവേഴ്സിൻ്റെ എല്ലാം അടുത്തടുത്തുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. ഇപ്പോൾ ഉപ്പുമുളകിലാണെങ്കിൽ ഒരുപാട് വീടുകളും ഒരുപാട് പ്ലേസുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ മഹാദേവൻ തമ്പി എന്നൊരു ക്യാരക്ടറെ കൊണ്ടുവരുമ്പോൾ വേറൊരു വീടൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ പോയിരിക്കുന്നപ്പോൾ എടുത്ത ഫോട്ടോസ് മാത്രമായിരിക്കും, അല്ലാതെ രാംകുമാറും ഹൈമോദിയും ഒന്നും തിരിച്ചു വന്നിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ ആ ഒരു ഫോട്ടോ ഇട്ടപാട് ഒരുപാട് കമൻസും വന്നിട്ടുണ്ടായിരുന്നു ഇവർ തിരിച്ചു വന്നു എന്ന രീതിക്കൊക്കെ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസനീയമായതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കഴിഞ്ഞ ദിവസം, അതിന് മുമ്പത്തെ ദിവസം തന്നെയാണ് സുരേന്ദ്രൻ മാധവൻ തമ്പിയും ശങ്കരനൊക്കെ ആയിട്ടുള്ള ഉപ്പുമുളകും ലൊക്കേഷനിൽ വെച്ചൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ അതുപോലെ ഇതും ഷൂട്ടിങ്ങിലായിരിക്കും ഇവർ റീജോയിൻ ചെയ്തു എന്ന രീതിക്ക് കുറേ ഒരു വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. രാംകുമാർ ഹൈമോദിയും സീസൺ 3 ഇല്ല. ഇനി അവർ തിരിച്ചു വരണമെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ മുടിയൻ തിരിച്ചു തന്നെ വരണം. മുടിയൻ ഇപ്പോൾ തൽക്കാലം തിരിച്ചു വരാത്തത് കൊണ്ട് അവരെന്തായാലും ഉണ്ടായിരിക്കുന്നതല്ല. ഈ ഒരു വാർത്തയാണ് നമുക്ക് അവസാനം അറിയാൻ സാധിച്ചത്. ഇനി ഷോൻ്റെ ഉള്ളിൽ തന്നെ, അതായത് ഉപ്പുമുളകും ടീമിൻ്റെ ഉള്ളിൽ വേറെ വല്ല സസ്പെൻസും ഇവർ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവരെ സസ്പെൻസായിട്ട് കൊണ്ടുവരാനാണോ ഉദ്ദേശം ഒന്നും തന്നെ നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ല. നമ്മൾ അന്വേഷിച്ച രീതിക്ക് നമുക്ക് മനസ്സിലായത് ആ 2 ക്യാരക്ടർ ഇല്ല എന്ന് തന്നെയാണ്. ഇനിയിപ്പോൾ വല്ല സസ്പെൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ 2 കഥാപാത്രങ്ങളും ഇപ്പോൾ മുളകിലോട്ട് വീണ്ടും ഒരു റീ എൻട്രി തരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് മുടിയൻ്റെ വരവ് ഉറപ്പിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ സീസൺ 3 ഇതുവരെയും മുടിയൻ എന്നൊരു കഥാപാത്രം ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറും 4 മക്കൾ എന്ന രീതിക്ക്. ഇപ്പോൾ രാംകുമാറും ഹൈമോദിയും എന്നൊരു കഥാപാത്രം ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 5 മക്കൾ എന്ന രീതിക്ക് മുടിയൻ വരുമെന്ന രീതിക്ക് കാണിക്കാൻ ഹൈലി ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ 2 കഥാപാത്രങ്ങൾ വരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വേറൊരു കാര്യം, കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു പഴയ ഫോട്ടോ ആയിരിക്കും എന്ന രീതിക്ക്. പഴയ ഫോട്ടോ ആവാൻ ചാൻസസ് ഇല്ല. കാരണം ഈ ഒരു കോംബോ, അതായത് സുരേന്ദ്രനും കുട്ടൻപിള്ളിയും ശങ്കരണ്ണനും രാംകുമാർ ഹൈമോദി, ഇവരെല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്ന സീസൺ 2 എപ്പിസോഡുകൾ വളരെ കുറവാണ്. അത് ഒരേ ഒരു എപ്പിസോഡ് മാത്രമേ ഉള്ളൂ, അതായത് ഓണം സ്പെഷ്യൽ എപ്പിസോഡ്. അതുകൊണ്ട് തന്നെ അതൊരു പഴയ എപ്പിസോഡ് ആവാൻ ചാൻസസ് ഇല്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് അവർ എവിടെയെങ്കിലും മീറ്റ് ചെയ്തപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോസ് തന്നെ ആയിരിക്കുള്ളൂ. ഏതായാലും അവരിപ്പോൾ മുളയിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അതായത് രാംകുമാർ ഹൈമോദി ദിയ, ഈ 3 കഥാപാത്രങ്ങൾ ഇപ്പോൾ മുളയിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.